ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ജിനേഷ്. അപ്പോൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാവയ്ക്ക അച്ചാർ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, എന്നാലും ഇത് ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ കയ്പ്പാന്ന് പറഞ്ഞാൽ ആരും കഴിക്കാതിരിക്കത്തില്ല. പാവയ്ക്കയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ പാവയ്ക്ക എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് അല്പം വാടാൻ വേണ്ടി കട്ടിയുള്ളൊരു ചീനച്ചട്ടിയോ എന്തെങ്കിലും പാത്രം എടുത്ത് അതിലേക്ക് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മിയതിന് ശേഷം നമുക്കത് ആവി കയറ്റാൻ മൂടി മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് അതിന് വേണ്ട വെളുത്തുള്ളിയും, ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരിയാണ് എടുത്തേക്കുന്നത്. കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം അതെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇവിടെ കട്ടക്കായ എടുത്തിട്ടുണ്ട്. ആ കട്ടക്കായ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കി അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു. കട്ടക്കായവും ചേർക്കുന്നുണ്ട്, സാദാ കായവും ചേർക്കുന്നുണ്ട്. അത് നല്ല പാവയ്ക്ക നന്നായിട്ട് ആവി കയറി ഒന്ന് ചെറുതായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഇനി അച്ചാറിടാൻ തുടങ്ങാം. ആദ്യമേ ഞാനിവിടെ നല്ലെണ്ണയല്ല വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കറിവേപ്പില, ഉള്ളി, ഉണക്കമുളക് എന്നിവയെല്ലാം മൂപ്പിക്കാൻ വേണ്ടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉലുവ ഇട്ടായിരുന്നേ, അത് മറന്നുപോയി പറയാൻ. അപ്പം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി അരിഞ്ഞിട്ടില്ല, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അതൊന്ന് വയക്കാൻ ഇട്ട് കൊടുക്കാൻ കുറച്ച് നേരത്തേക്ക്. ഇതെല്ലാം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. കാന്താരി വീട്ടിലില്ലാത്തവർ പച്ചമുളകാണേലും ചെയ്താൽ മതി, പച്ചമുളക് ഇട്ടാലും നല്ലതാണ്. പിന്നെ അതൊന്ന് പെട്ടെന്ന് വരാൻ വേണ്ടി ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ ഉപ്പ് ചേർത്തു, അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസ് എല്ലാം കാണണം. അപ്പം ആ കാന്താരിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വയന്നു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരല്പം മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ചേർത്ത് അത് മുളക് പൊടി ഒന്ന് മൂക്കുന്നിടം വരെ വെച്ചു. അതിനുശേഷം ഞാനിപ്പോൾ ഒഴിക്കുന്നത് വെള്ളമല്ല, വിനാഗിരിയാണ്. അപ്പോൾ ആ വിനാഗിരി ഒഴിക്കുമ്പം ആ സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന കട്ടക്കായവും കൂടി ചേർത്തു. ആ വിനാഗിരിയിൽ കിടന്ന് കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ളതെല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കുകയാണ്. തിളച്ച് വരുമ്പോഴത്തേക്കും കട്ടക്കായത്തിന് ശേഷം ഞാൻ പൊടിക്കായം കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ അച്ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ പാവയ്ക്ക ആയതുകൊണ്ട് ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. പഞ്ചസാര ഇട്ട ഒരല്പം ടേസ്റ്റ് വരും എന്നാണ് എൻ്റെ ഇത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്തത്. ഇത് നന്നായിട്ട് ഇളക്കി ഒരാവി കയറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും പൊടിയുടെ കുറവുണ്ടെങ്കിൽ ഉപ്പോ വിനാഗിരിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.